ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ശംഖിറച്ചി കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇറച്ചി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതാ ഈ കാണുന്നതാണ് ഇതിന്റെ അകത്തുള്ള ഇറച്ചി, കണ്ടോ? ഇതാണ് നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ കക്കയിറച്ചിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിന്റെ അകത്തുനിന്നും ഇറച്ചി നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ ഇതിനൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് ഇതിനെ ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിലുള്ള തിളച്ച വെള്ളം ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ ചൂടൊന്ന് കളയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പച്ചവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ഇറച്ചി ഉണ്ടല്ലോ അതങ്ങ് സെപ്പറേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാല് കണ്ടോ, ഇതിന്റെ അകത്ത് കാണുന്ന ഈ ഭാഗമില്ലേ, ഇത് നമുക്ക് ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടമൊക്കെ കുത്തുന്ന കോലില്ലേ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് അങ്ങ് വലിച്ചു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് നമുക്ക് ഇറച്ചി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാ കണ്ടോ, ഇതുപോലെ. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇതുപോലൊരു തോടുണ്ട്, അതും കൂടെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശംഖിന്റെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാത്തിന്റെ അകത്തുനിന്നും ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പതാ ഇത്രയും ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി ഈ ഇറച്ചിയുടെ കാര്യം പറഞ്ഞാല് ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ ആദ്യം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 8 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പൊ 8 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്, കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇതിലെ വെള്ളവും നമുക്ക് കറി റെഡിയാക്കാനായിട്ട് വേണം, ആരും ഒഴിവാക്കി കളയരുത്. ഞാനിപ്പോ ഇത് കറി റെഡിയാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം ഇവയെല്ലാം കൂടെ ചതച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 വലിയ സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി വരാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാള നല്ല പോലെ സോഫ്റ്റ് ആയി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പതാ കണ്ടോ, സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും നല്ല പോലെ ഇതിലേക്ക് അലിയിച്ചെടുക്കണം. തക്കാളിയൊക്കെ എത്രത്തോളം അലിയിച്ചെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പതാ തക്കാളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇവയാണ് ഞാനിപ്പോ ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് പോവാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ശംഖിന്റെ ഇറച്ചിയും അത് വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം.
15 മിനിറ്റ് തുടർച്ചയായിട്ട് കുക്ക് ചെയ്യരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പതാ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതിനെ കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോ ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിന്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്കും ഇതുപോലെ ശംഖ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.